അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് ലിസി. ഞാൻ കൊഴിഞ്ഞാമ്പാറ അടുത്ത് അത്തിക്കോട് പള്ളിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മധ്യസ്ഥം പ്രാപിക്കുന്നത് നമുക്ക് വേറെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല, അച്ഛന്മാർക്ക് വേണ്ടി സിസ്റ്റേഴ്സിന് വേണ്ടിയും തിരുസഭയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ ഞാൻ തീരുമാനിച്ചു. മകൻ്റെ ജീവിതത്തിൽ എന്തുണ്ടായി വ്യത്യാസങ്ങൾ? മകനെ ജോലിയില്ലാതെ വളരെ വിഷമിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം ഞാൻ 3 മണിക്കായിട്ട് അച്ഛൻ അതെന്നും പറയാറുള്ളത് പോലെ 3 മണിക്കായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഞാൻ അന്ന് കുറേ വർഷങ്ങളാണ്, ഒരു ദിവസം 2 ദിവസമല്ല, ആദ്യം എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇപ്പോഴും അതെ ഓരോ കാര്യങ്ങളും വരുമ്പോഴും നമ്മുടെ പദ്ധതികളല്ല ദൈവത്തിൻ്റേത്. ദൈവം നമുക്ക് ആ പദ്ധതി ഒരുക്കി തരുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് ഒരു വെളിച്ചം കിട്ടാണ് തലയ്ക്ക്, മനസ്സിലായി. അത് നമ്മൾ വിചാരിക്കണം ഇത് നടന്നില്ലേ, അപ്പോൾ നമുക്ക് ഭയങ്കര നിരാശ ഒക്കെ തോന്നുന്നുണ്ട്. പക്ഷെ പിന്നീട് ചിന്തിക്കുമ്പോഴാണ് മനസ്സിലായത് ആ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു, നമ്മളിങ്ങനെ നടക്കണമെന്നോ പ്രാർത്ഥിക്കണമെന്നോ ഒക്കെ ആയിട്ട്. എന്താ പറഞ്ഞത് അമ്മച്ചി? അവനെ ഇപ്പം അമ്മയ്ക്ക് പ്രാർത്ഥന കൂടിയിട്ടുള്ള ബുദ്ധിമുട്ടാന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് എന്നാലും പ്രാർത്ഥന നിർത്താണെങ്കിൽ വീട് രക്ഷപ്പെടും അമ്മയെന്ന് പറഞ്ഞു. അല്ല, അവന് അനുസരണ ഉണ്ടായിരുന്നു. ഞാൻ അവനിവിടെ പ്രാർത്ഥിക്കാൻ വരാൻ പറഞ്ഞാൽ അവൻ വരും. അതൊക്കെ അവന് നല്ല പ്രാർത്ഥനയ്ക്കുണ്ടായിരുന്നു. ചില സമയത്ത് അവന് ഓരോന്നും നഷ്ടപ്പെട്ടു പോകുമ്പോൾ PSCയിൽ എഴുതി അവന് കിട്ടാതെ ആകുമ്പോൾ ചില സമയത്ത് അവന് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അവന് നല്ല ജോലി കിട്ടി. ഇപ്പം അവന് എത്ര PSCയുടെ പരീക്ഷ ഒരേ സമയത്ത് പാസ്സായി? 4 PSC പരീക്ഷയുടെ 4 അപ്പോയിൻമെൻ്റ് ഒരുമിച്ച് കിട്ടി അവന്. അപ്പം 4 ഒരുവിധം നല്ല ജോലികൾ തന്നെയായിരുന്നു. ആ 4 ജോലിയിൽ ഏത് ജോലി വേണമെന്ന് ചോയ്സ് ചെയ്യാൻ വന്നു. പിള്ളേരെല്ലാം തന്നെ ഒരു ജോലി കിട്ടാൻ വേണ്ടി. പിന്നെ അവൻ പറഞ്ഞ എന്നോട് ഞാൻ ഇന്ന് എല്ലാ ദിവസവും കുർബാന അർപ്പിക്കുന്നുണ്ട്, അത് എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ്. ആദ്യം ഞാൻ പറഞ്ഞൊരു അമ്മ പ്രാർത്ഥന നടത്തിയാൽ കുടുംബം രക്ഷപ്പെടും. ഇപ്പം ഞാൻ പറയുന്നത് അമ്മ പ്രാർത്ഥിക്കാൻ പോകുന്നത്. അതിനുശേഷം അവസാനത്തെ വർഷത്തിൽ അവന് ജോലി കിട്ടി. അവനിപ്പോൾ എക്സൈസിൻ്റെ ഇൻസ്പെക്ടർ, അത് DSPയുടെ അങ്ങനെ ലെവലിലേക്കാണ് പോകുന്നത്. അവൻ പാലക്കാട് ഈ ജില്ലയിലാണ്. ഇപ്പോൾ 2 മാസത്തേക്ക് കഴിഞ്ഞ ദിവസം കാണുമെന്നുണ്ട്. മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മകള് വിദേശത്ത് പോയി. മക്കളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു. മക്കളുണ്ടായി. എല്ലാവരെയും ഇവരെ ആദ്യം വന്ന് പ്രാർത്ഥിക്കാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ ടീച്ചറോട് ഇരിപ്പുണ്ട്, അവരുടെ സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നത്. ആ പ്രാർത്ഥന വഴിയായിട്ടാണ് ഇവരുടെ കുടുംബം രക്ഷപ്പെട്ടത്. ഇനി അവസാനത്തെ വർഷം ജോലി കിട്ടിയെന്ന് മാത്രമല്ല, ജോലി കിട്ടിക്കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ 2 ഡോക്ടറേറ്റ് പഠിച്ച പെൺകുട്ടികൾ കല്യാണം ആലോചിച്ചു. അതിലൊരു ആളെ കല്യാണം കഴിച്ചു. അല്ലേ? ഡോക്ടറേറ്റ് അല്ലേ? കൃഷിഭവനിൽ തൃശ്ശൂർ ഉള്ള സർവകലാശാല വെറ്റിനറി ഡോക്ടറാണ്. അവൾ PG പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കംപ്ലീറ്റ് ആയി. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് കർത്താവ് പെട്ടെന്ന് നോക്കാതെ മറ്റേ ടീച്ചർ അവിടെ ഇരിപ്പുണ്ട്. ഈ 2 ടീച്ചർമാരാണ് ഈ ശുശ്രൂഷയിൽ ആദ്യം 2015 തൊട്ട് വന്നുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ നമ്മളെന്താ ഒരു ദിവസം ഒരു സ്ഥലത്ത് പോയി അടുത്ത അങ്ങനെയല്ല പോകുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ സ്ഥിരമായിട്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്ത്. മധ്യസ്ഥം പ്രാർത്ഥിച്ച കർത്താവ് അപ്പം നിങ്ങളുടെ കുടുംബം നിങ്ങൾക്ക് വേണ്ടിയല്ല, ലോകം മുഴുവനാണ്.